ഞാൻ ചെയ്യുന്നതേ പറയൂ എന്നാണ് വിജയ് പറഞ്ഞിരുന്നത്. ദാ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ആരംഭിക്കലാമ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ വിജയ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട്ടിൽ ഒന്ന് റാഗ് ചെയ്തേളാം. റാഗിങ്ങിന്റെ ഒരു ഹോബിയാണ്. വരൂ 717 മദ്യവിൽപ്പനശാലകൾ പൂട്ടാൻ വിജയ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. കിട്ടി, പലിശ സഹിതം കിട്ടി. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയ്ക്ക് സമീപത്തെ വിൽപ്പനശാലകളാണ് അടയ്ക്കുക. 500 മീറ്റർ ദൂരപരിധിയിലുള്ള കടകൾക്കാണ് പൂട്ട് വീഴുക. ഏതായാലും വിജയ് ഈ ലഹരി മാഫിയകൾക്ക് കൂച്ചുവിലങ്ങിടും എന്നൊക്കെ വലിയ രീതിയിൽ പ്രസംഗങ്ങൾ പലയിടത്തും പ്രചാരണ രംഗത്ത് പറഞ്ഞിരുന്നു. അതിന്റെ ആദ്യ പടിയെന്നോണമാണ് ഈ മദ്യവിൽപ്പനശാലകൾക്ക് പൂട്ട് വീഴുന്നത്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. ഈ ടാസ്മാക്ക് അനുവദിച്ചുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടന്നു എന്നുള്ളത് വലിയ ആരോപണമായി വന്നിരുന്നു. അതിൽ അന്വേഷണം നടക്കുകയുമാണ്. ഏതായാലും ഈ ടാസ്മാക്ക് അനുവദിച്ചതിൽ അല്ലെങ്കിൽ നിരവധി ടാസ്മാക്കുകൾ ഈ പലയിടത്തായി അനുവദിച്ചു. ഇതിനെതിരെ വലിയ തോതിൽ ജനങ്ങളുടെ രോഷമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ പോലും മദ്യത്തിനടിപ്പെട്ട് സ്കൂളിലേക്കൊക്കെ വരുന്ന സ്ഥിതിയൊക്കെ വാർത്തകളൊക്കെ അന്ന് വന്നിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ടാസ്മാക്കുകളുടെ കൂടുതൽ തുറക്കുന്നത് നിയന്ത്രിക്കുമെന്നൊക്കെയുള്ള വിജയുടെ പ്രഖ്യാപനം വന്നത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് വിജയ്. ജോസഫ് വിജയ് എന്ന മുഖ്യമന്ത്രി. ഇതാ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ പറയുന്നത് അത് താണ്ട നമ്മ തളപതി വിജയ് എന്ന്. ശരിയാണ്, പറഞ്ഞതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീരപാണ്ഡ്യ കുലോത്തുംഗ മല്ലൻ. ഇനി എല്ലാരും പിരിഞ്ഞു പോ. സ്വയം പിരിഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ ആകാശത്തേക്ക് വെടിവെക്കും.